Hi friends, welcome back to Perspective Hub online classes. നമ്മൾ ഇന്ന് പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്നല്ല, ആ ഒരു ടൈപ്പ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പോളിനോമിയൽസിന്റെ സീറോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇഫ് ദർ ആർ സ്റ്റുഡൻസ് ഹു ഡിഡ്ന്റ് വാച്ച് ദ പ്രീവിയസ് വീഡിയോസ്, ജസ്റ്റ് പ്ലീസ് ഗോ ബാക്ക് ആൻഡ് വാച്ച് ദ വീഡിയോസ് ആൻഡ് കം ബാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലംസിലേക്ക് കടക്കാം. വളരെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമ്മളെ എക്സാമിന്, അതായത് ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് വളരെ ഡിഫിക്കൽട്ട് എന്നൊന്നല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ 9ാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റീസ് ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലെ. a+b² a-b², ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ള ഈ α+β = -b/a, α/β = c/a എന്നൊക്കെ കുറച്ച് ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചില്ലേ, സം ഓഫ് സീറോസ്, പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെ ഇരിക്കുക, അതുപോലെ തന്നെ പഠിച്ചിട്ട് വേണം നമ്മൾ ഈ സെഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് നമുക്ക് പെട്ടെന്ന് വായിക്കാം. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം തന്നിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ 3x² - 4 - x and verify the relationship between the zeros and coefficients. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് നിങ്ങൾക്ക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട, കുട്ടികൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പോളിനോമിയൽസ് എന്ന ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്നത് ഇക്വേഷൻ ആയിരിക്കില്ല, ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം തന്നെ കുറച്ച് കുട്ടികൾ തന്ന എക്സ്പ്രഷൻ ഇതുപോലെ തന്നെ എഴുതുന്നൊക്കെ കാണാറുണ്ട്. ശ്രദ്ധിക്കുക, ഇതൊരു ഇക്വേഷൻ ആണ്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്വേഷനെ കുറിച്ചിട്ടല്ല, പോളിനോമിയൽസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇതുപോലെ =0 എന്ന് എഴുതേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട് അല്ലെ. സീറോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വി ആർ ഗോയിങ് ടു ഇക്വേറ്റ് ദ എക്സ്പ്രഷൻ ആസ് 0. അതതിന്റെ ഒരു പാർട്ടാണ്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോളിനോമിയൽസ് കുറിച്ചിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ =0 എന്ന് എഴുതരുത്. നമ്മൾ അങ്ങനെ എഴുതണം, അതിനെ p(x) എന്ന രീതിയിൽ തന്നെ എഴുതണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് ആദ്യം x² ടേം ഉണ്ടാവണം, പിന്നെ x-ന്റെ ടേം ഉണ്ടാവണം, അത് കഴിഞ്ഞിട്ടായിരിക്കണം കോൺസ്റ്റന്റ് ടേം. അത് അങ്ങനെയല്ല ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ ആദ്യം ആ ഫോമിലേക്ക് ഒന്ന് മാറ്റി എഴുതുക. ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി എഴുതുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വന്നു. അപ്പൊ ഈ വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോഎഫിഷ്യൻസ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ്. നമ്മൾ പഠിച്ചു α+β ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് ഓർമ്മ വേണം, കോഎഫിഷ്യൻസ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ്, x² കൂടെ കാണുന്ന നമ്പർ ആണ് a എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് അല്ലെ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം അറിയാം, ax² + bx + c. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ വാല്യൂ 3 ആയിട്ട് വരും, ബിന്റെ വാല്യൂ -1, എക്സ് കോഎഫിഷ്യന്റ് -1 ആണ്, ആൻഡ് ദ വാല്യൂ ഓഫ് സി ഈസ് -4. ഇതാണ് നമ്മുടെ കോഎഫിഷ്യൻസ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവണം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ സീറോസ്. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യല്ലോ, അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാം അല്ലെ. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുട്ട് p(x) = 0. ഒന്നെല്ലാവരും പെട്ടെന്ന് സോൾവ് ചെയ്യും. 3x² - x - 4 = 0. നമ്മൾ സം പ്രൊഡക്റ്റ് പറയാറുണ്ട്, അതായത് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാൻ പറയുന്ന സം പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ സം ഹിയർ? കോഎഫിഷ്യന്റ് ഓഫ് x which is -1. What is the product? Product is equal to, there is a coefficient for x² which is 3, and this 3 multiplied with -4 which is -12 അല്ലെ. സോ -12 പ്രൊഡക്റ്റ് കിട്ടണം. പിന്നെ നമുക്ക് സം വേണ്ടത് -1 ആണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, 12ന്റെ ഫാക്ടേഴ്സ്, ബട്ട് ദ സച്ച് ദാറ്റ് ദ സം ഷുഡ് ബി ഈക്വൽ ടു ഹൗ മച്ച്? -1. അപ്പൊ നമ്മൾ ഫാക്ടേഴ്സ് വളരെ കെയർഫുൾ ആയിട്ട് എടുക്കുക. പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുക ഒരു നമ്പർ പോസിറ്റീവ് ആണ്, മറ്റേ നമ്പർ നെഗറ്റീവ് ആണ്. സോ ആരാണ് അതിൽ പോസിറ്റീവ്, ആരാണ് നെഗറ്റീവ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സമ്മിന്റെ സൈൻ നോക്കുക. ഫോർ എക്സാമ്പിൾ 3ഉം 4ഉം ആണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നില്ല ഇത്. 3ഉം 4ഉം നോക്കി ആർക്കാ നെഗറ്റീവ് കൊടുക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട് സമ്മിന്റെ സൈൻ നോക്കി. സമ്മിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. സോ എന്താണോ സമ്മിന്റെ സൈന്, അത് ഈ കൂട്ടത്തിൽ ലാർജർ നമ്പറിന് കൊടുത്തേക്കുക. ഓക്കെ, കലാസ്.
3 minus 4 add ചെയ്താൽ -1 കിട്ടൂലേ? ഇത്രയേ ഉള്ളൂ, ഇതേ ലോജിക്കേ ഉള്ളൂ. നമ്മളിനി പെട്ടെന്ന് അത് സോൾവ് ചെയ്യാം. സോ 3x square plus 3x minus 4x and minus 4 equal to 0. ഓക്കെ, പെയർ ചെയ്യുന്നു. 3x within bracket x plus 1, ഓക്കെ, മൈനസ് ആരാണ് കോമൺ? 4 കോമൺ ഉണ്ട്. അഗൈൻ x plus 1 equal to 0. ഓക്കെ, കോമൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മൈനസ് നമുക്ക് കോമൺ ആണ്, 4 എന്ന് പറയുന്ന നമ്പറും കോമൺ ആണ്. സോ വാട്ട് ഈസ് ലെഫ്റ്റ് ഹിയർ? x is left here, so I have written here. So there is a minus over here, and from there I have kept one minus outside the bracket. So what is left within the bracket? It is plus only, because when you multiply this minus with the positive, you are going to get the negative. Okay, അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി രണ്ട് ടേംസ് അഗൈൻ വന്നിട്ടുണ്ട്. ഇവിടെ ആരാണ് കോമൺ? x plus 1 is common. So what is left here? 3x minus 4 equal to 0. ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓരോ ഫാക്ടറിനെ സെപ്പറേറ്റ് ഇക്വേറ്റ് ചെയ്യുക. So I am equating x plus 1 to 0 and 3x minus 4 equal to 0. So from here I will get x equal to minus 1, and from here I know it is 3x equal to 0 plus 4, which is equal to 4, means x is equal to 4 by 3. So x ന് രണ്ട് വാല്യൂസ് കിട്ടി. ഇതാണ് ഈ രണ്ട് വാല്യൂസ് ആണ് രണ്ട് സീറോസ്. സോ നമ്മൾ രണ്ട് സീറോസിന് എന്തൊക്കെയാണ് പേര് വിളിക്കുക? ആൽഫ ബീറ്റ എന്ന് ജനറലി പേര് വിളിക്കുക എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇതിന്റെ വെരിഫിക്കേഷൻ പാർട്ട് റൈറ്റ് സൈഡിൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്തെടുക്കുക. സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ വെരിഫിക്കേഷൻ പ്രൊസീജിയർ നമ്മൾ ചെയ്യാണ്. സോ വെരിഫിക്കേഷന്റെ ഫോർമുല നമുക്കറിയാലോ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ, മീൻസ് സം ഓഫ് ദ സീറോസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ് ഈക്വൽ ടു സി ബൈ എ. നോക്കുക, അതിനു മുമ്പ് ആൽഫ ബീറ്റ എല്ലാ വാല്യൂസ് നമ്മൾ എഴുതി കൊടുക്കുക. ആൽഫ ഈക്വൽ ടു വൺ ഓഫ് ദ റൂട്ട്സ്, ഇറ്റ് ഈസ് -1. ഓക്കെ, വാട്ട് അബൌട്ട് ബീറ്റ? ഇറ്റ് ഈസ് 4 by 3. ഓക്കെ, നൗ വി നീഡ് ദ കോഎഫിഷ്യൻസ് അല്ലേ? എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ ആണ് നമ്മുടെ a, which is equal to 3. And what about b? It is equal to -1. What about c? It is -4. ഈ സാധനം എഴുതി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഓക്കെ, നമ്മൾ വെരിഫിക്കേഷൻ പറഞ്ഞിരുന്നു. നമ്മൾ ചെയ്യുന്നത് LHS ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെപ്പറേറ്റ് എഴുതിയിട്ട് നമ്മൾ ഒരു വാല്യൂ ചെയ്ത് കൊടുക്കും അല്ലെ? LHS എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ. ആൽഫയും ബീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ? ഇറ്റ് ഈസ് -1. ഓക്കെ, സോ -1 പ്ലസ് 4 by 3. നമ്മൾ ബേസിക് സെഷന്റെ ബേസിക് മാത്തമാറ്റിക്സിന്റെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞിരുന്നു ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ്. സോ ഐ എം ഗോയിങ് ടു ക്രോസ് മൾട്ടിപ്ലൈ. സോ 3 into -1 is -3 plus 1 into 4 is 4 whole divided by the product of the denominators അല്ലെ? 1 into 3, so 3. So what is -3 plus 4? It is +1 divided by 3 എന്ന് കിട്ടും. So what is LHS? LHS നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് കിട്ടി? 1 by 3 എന്ന് കിട്ടി. ഇനി നമുക്കുള്ളത് ഇതിന്റെ RHS പാർട്ട് എടുക്കുക. RHS equal to what? Minus b by a. What is minus b by a? Minus ഫോർമുലയുള്ള മൈനസ് ആണ്. And what is the value of b here? What is the value of b? b is equal to -1. So I am writing -1. Okay, whole divided by what is the value of a? It is 3. So minus of minus become positive divided by 3, means 1 by 3. See, what about LHS and RHS? Okay, it is simplified as 1 by 3. So I can say this LHS is equal to what? RHS. Alle, LHS um RHS um equal aanu paranju. And what is LHS RHS? Alpha plus beta equal to minus b by a. So you can write it as hence verified. Okay, ഇതുപോലെ നമ്മൾ എന്താ ചെയ്യുക? ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ, ദാറ്റ് ഇസ് എ സെക്കൻഡ് റിലേഷൻ. സെക്കൻഡ് റിലേഷൻ ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ. സോ വാട്ട് ഈസ് LHS ഹിയർ? LHS is alpha beta, means alpha multiplied by beta. So what is the value of alpha? It is -1 multiplied by beta is 4 by 3. So I am getting as -4 by 3. Okay, fractions ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. വേറെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോകരുത്. ഡയറക്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അത്രയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ. So what about the RHS part? RHS is equal to C divided by A. What is the value of C? -4. What is the value of
A, it is 3. C, minus 4 by 3. See, LHS equal to minus 4 by 3, RHS is also equal to minus 4 by 3 means I can say LHS equal to RHS means LHS here it is alpha beta and C by A is the RHS. Okay, so hence verified, that is the simple answer. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം അല്ലേ. So what is the second question? Find k if product of zeros of a particular polynomial is given. Okay, 3x square minus x plus k is how much? Minus 12. ഇതാണ് ക്വസ്റ്റ്യൻ. കുട്ടികളോട് പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിലുണ്ടാവണം. നമ്മൾ ബോർഡിൽ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുക്കുക, സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? You have to find an unknown k. So where is this k actually? See, you can see the polynomial here 3x square minus x plus k എന്നുള്ളതാണ് polynomial തന്നിട്ടുള്ളത്. See, ഇവിടെ k എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കോൺസ്റ്റന്റ് ടേം ആയിട്ട് വരുന്ന ആ ടേം ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ തന്നിട്ടില്ല. So that we have to calculate. So എന്താണ് ഈ ക്വസ്റ്റനിൽ ഒരു ഡാറ്റ, എപ്പോഴും ഒരു അൺനോൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു അൺനോൺ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡാറ്റ, ഒരു ഹിന്റ് നമുക്ക് ക്വസ്റ്റനിൽ തരും. ഇവിടെ തന്ന ഹിന്റ് എന്താണെന്ന് നോക്കിക്കോളൂ. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് is how much? Minus 12 അന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. സി പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ രണ്ട് സീറോസ് എന്തായാലും ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ ഉണ്ടാവും. ഈ രണ്ട് സീറോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടണമെന്നാണ് ക്വസ്റ്റനിൽ പറയുന്നത്? minus 12. സോ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ എല്ലാവരും. I know the p of x polynomial, it is 3x square minus x plus k എന്നുള്ളതാണ് നമ്മുടെ പോളിനോമിയൽ. നമുക്കറിയില്ല സീറോസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയില്ല. സീറോസ് കാൽക്കുലേറ്റ് ചെയ്ത് ആവശ്യമില്ല, കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റില്ല, കാരണം നമുക്ക് ആ ലാസ്റ്റ് കെ എന്ന് പറയുന്ന ആ വാല്യൂ ഇത്രയും തന്നിട്ടില്ല. പക്ഷെ അവരെന്താണ് പറഞ്ഞത്? എന്തായാലും ഇതിൽ രണ്ട് സീറോസ് ഉണ്ട്. സപ്പോസ് ഞാൻ പറയാണ് ലെറ്റ് ആൽഫ കോമ ബീറ്റ ബി ദ സീറോസ്. ഓക്കെ, ഇനി ക്വസ്റ്റനിൽ അവർ പറഞ്ഞ എന്താണ്? when you multiply this alpha and beta, it means when you multiply alpha into beta, you are going to get how much? Minus 12. Am I right? This is the given condition as per the question. പക്ഷെ നമുക്കറിയാം ആൽഫ ഇൻറ്റു ബീറ്റ, നമ്മൾ അതിനൊരു ഫോർമുല ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ദാറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് ദ പോളിനോമിയൽ. എന്താണ് റിലേഷൻ? ഇറ്റ് ഈസ് സി ബൈ എ. സി എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ടേം. ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം എന്താണ്? കെ എന്നല്ല കാണുന്നത്. So k divided by a. What is the a? A means the coefficient of x square. It is 3 as per the question. It is equal to how much? Minus 12. നിങ്ങൾക്ക് ഒരു അൺനോൺ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അല്ലെ. കെ അല്ല അൺനോൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു അൺനോൺ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അൺനോൺ ഉള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലീനിയർ ഇക്വേഷൻ തന്നെ നമുക്ക് കിട്ടും. ലീനിയർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 9th പഠിച്ചതുപോലെ സോൾവ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സി നിങ്ങൾക്ക് ഇവിടുന്ന് കെ കാൽക്കുലേറ്റ് ചെയ്യണം. കെ കാൽക്കുലേറ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ആവശ്യമുള്ള അൺനോൺ അവിടെ തന്നെ വെക്കുക, അതിന്റെ കൂടെയുള്ള നമ്പേഴ്സിന് എല്ലാ ആൾക്കാരെയും മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇവിടെ കെ ഡിവൈഡഡ് ബൈ 3 എന്നാണ്. സോ ഡിവൈഡഡ് ബൈ 3 ഞാൻ അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓപ്പറേഷൻ റിവൈസ് ചെയ്യുക. സോ ഇറ്റ് ബിക്കംസ് മൾട്ടിപ്ലിക്കേഷൻ. സോ വാട്ട് ഹാപ്പൻസ്? കെ ഈക്വൽസ് minus 12 is already there and you are going to multiply this 3 with that. So what is the final answer? 12 into 3 is 36 and you have a minus sign over there. മനസ്സിലായല്ലോ? k equal to minus 36 എന്ന് കിട്ടും. It means finally what is your polynomial? That is polynomial p of x is equal to 3x square minus x then minus 36 because the value of k you have got is how much? Minus 36. ഇതിന്റെ ആവശ്യമില്ല കേട്ടോ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതുന്നുള്ളൂ. p of x equal to this much എന്ന് എഴുതേണ്ട കാര്യമൊന്നുമില്ല. because what is the question? You have to calculate k. നമ്മൾ എന്താണ് ചോദിച്ചിട്ടുള്ളത് അത് മാത്രം എഴുതി കൊടുത്താൽ മതി. വേറെ ഓവറായിട്ട് എഴുതിയിട്ടുണ്ട് നമുക്ക് എന്റെ സമയം വേസ്റ്റ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് എക്സാമിന് ടൈം ഉണ്ടാവുകയും ചെയ്യില്ല. ഓക്കെ, സംഭവം മനസ്സിലായിട്ടുണ്ടാകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ്. ആകെ നമ്മൾ പഠിക്കാനുള്ള എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ മീൻസ് സം ഓഫ് സീറോസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ. ഒറ്റൊരു സാധനം മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിന് തന്നെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെയാണ് നമ്മൾ പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർമ്മിക്കുക. പക്ഷെ ആ റിലേഷൻ കറക്റ്റ് നിങ്ങൾ അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ തന്നെ വേണം. ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? If 1 0 or one of the zeros of a particular polynomial is given, what is the polynomial? P of x equal to 2x square plus kx minus 15. അങ്ങനെ ഒരു polynomial തന്നിട്ടുണ്ട്. And they are saying is 3. Is means what is 1 0. One of the zeros of this particular polynomial is 3 എന്ന് പറയും. നമുക്കറിയാം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. എന്തായാലും മാക്സിമം നമുക്ക് 2 zeros ഉണ്ടാവും.
സോ 2 സീറോസിൽ ഒരു സീറോ അവർ ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നു. ഓക്കെ, അതിന്റെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞത്? 3 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ സീറോ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫൈൻഡ് ദ അതർ സീറോ. അപ്പൊ രണ്ടാമത്തെ സീറോ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞു, ആൻഡ് കെ. കെ എന്ന് പറയുന്ന ഒരു അൺനോൺ എവിടെ ഉള്ളത്? സോ ഇവിടെ നമുക്ക് നോക്കിയാൽ വാട്ട് ഈസ് കെ? കെ ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് യുവർ എക്സ്. മീൻസ് ആസ് പെർ ദ സ്റ്റാൻഡേർഡ് ഫോർമുല ഓർ ജനറൽ ഫോർമുല ഐ ക്യാൻ സേ ബി യു ഹാവ് ടു കാൽക്കുലേറ്റ്. ബി ആണല്ലോ എക്സിന്റെ കോഎഫിഷ്യന്റ്. സോ ഇവിടെ നമുക്ക് ബി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണം. അതേസമയം നമുക്ക് എന്തുകൂടെ കാൽക്കുലേറ്റ് ചെയ്യണം? ഫൈൻഡ് ദ സെക്കൻഡ് സീറോ ഓഫ് ദിസ് പെർട്ടിക്കുലർ പോളിനോമിയൽ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ആ റിലേഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനുള്ളൂ. സപ്പോസ് നമുക്ക് രണ്ട് റിലേഷൻ ഉണ്ടല്ലോ, എങ്ങനെയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു കോൺസെപ്റ്റ് മനസ്സിലാവണേ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ, ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ. ഈ രണ്ട് റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലാക്കുക, റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ തന്നെയാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ അൺനോൺസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എന്നൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ, ആൽഫ എന്ന് വെച്ചാൽ എന്താണ്? വൺ ഓഫ് ദ സീറോസ്. സപ്പോസ് ഞാനിത് ആൽഫ എന്ന് പറയുന്നത്, ലെറ്റ് ആൽഫ നമുക്ക് ക്വസ്റ്റിനിൽ തന്നതാണ്, ഞാനതിനെ 3 എന്ന് എഴുതി. ബീറ്റ നമുക്ക് അറിഞ്ഞൂടെ, സോ ബീറ്റ നമ്മൾ എന്ത് ചെയ്തു? ബീറ്റ ആയിട്ട് തന്നെ എഴുതി, വേറെ മാറ്റുന്നൊന്നുമില്ല. സോ ഞാൻ എഴുതാണ്, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഫോർമുല, സപ്പോസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ആൻസർ കാണാൻ പറ്റുമോ നോക്കുക. ഇപ്പൊ ആൽഫന്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാം? 3 എന്ന് എഴുതാം. ബീറ്റ നമുക്ക് അറിയില്ല, അൺനോൺ ആണ്, ഞാൻ ബീറ്റ തന്നെ എഴുതി. ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയണം. മൈനസ് എന്ന് പറയുന്നത് ഫോർമുലയിലുള്ള മൈനസ് ആണ്, അതുപോലെ തന്നെ എഴുതാം. ആൻഡ് വാട്ട് ഈസ് ബി? ബി എന്ന് പറയുന്നത് എത്രയാണ്? കെ ആണ് അല്ലെ? ആൻഡ് ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് എ? എ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. നമുക്ക് ഇവിടുന്ന് ഈ പറയുന്ന ബീറ്റ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ആ ഇക്വേഷനിൽ ഒരു അൺനോൺ മാത്രമേ പാടുള്ളൂ. ഈ തന്ന ഇക്വേഷൻ എത്ര അൺനോൺസ് ഉണ്ട് നോക്കി മക്കളെ. ഒരു ബീറ്റ എന്ന് പറയുന്ന ഒരു അൺനോൺ ഉണ്ട്, സെക്കൻഡ് സീറോ കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. സെയിം ഇക്വേഷനിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു അൺനോൺ കൂടെ വന്നു. ഒരു ഇക്വേഷനിൽ 2 അൺനോൺ പറ്റില്ല. ഒരു ഇക്വേഷൻ ഒരു അൺനോൺ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ കാണും, ഇത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. മീൻസ് എക്സാമിന് ഇത്ര എഴുതിയിട്ട് അയ്യോ ഇത് പറ്റില്ലല്ലോ, ഇനി മായ്ച്ച കളയാൻ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതിനെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സോ നമുക്കൊന്ന് മനസ്സിലായി ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ രണ്ടാമത്തെ ഫോർമുല അപ്ലൈ ചെയ്യാൻ നോക്കാം. ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും സി തന്നിട്ടുണ്ടോ എ തന്നിട്ടുണ്ടോ എന്നൊക്കെ. വാട്ട് ഈസ് ആൽഫ? വി ഹാവ് ടേക്കൺ ഇറ്റ് ആസ് 3. വാട്ട് ഈസ് ബീറ്റ? വി ഡോണ്ട് നോ. Equal to what is c? As per the question it is minus 15. Okay, divided by what is a? A it is 2, coefficient of x square. Okay, ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇതൊരു ഇക്വേഷൻ ആണ്. നമുക്ക് ഇതാ ബീറ്റ എന്ന് പറയുന്ന അൺനോൺ ഉണ്ട്. ഒരു ഇക്വേഷൻ ഒരു അൺനോൺ നമുക്ക് എന്തായാലും സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാനാ പറഞ്ഞത്? എന്താണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാധനം അത് അവിടെ വെക്കുക, അതിന്റെ കൂടെ കാണുന്ന നമ്പേഴ്സിനെ അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓപ്പറേഷൻ റിവേഴ്സ് ചെയ്യുക. ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? സി മൾട്ടിപ്ലിക്കേഷൻ is the operation. So when you take to the other side it becomes division. That's all. So ശ്രദ്ധിക്കേണ്ട കേസ്, ഓൾറെഡി ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്. ഈ 2ന്റെ പ്ലേസിലേക്കാണ് നമ്മൾ ആരെ കൊണ്ടുപോകുന്നത്? 3 കൊണ്ടുപോകുന്നത്. അപ്പൊ 3 അവിടെ കൊണ്ടുപോകുമ്പോൾ ഡിനോമിനേറ്ററിൽ ഓൾറെഡി ഉള്ള 2 മൾട്ടിപ്ലൈഡ് ബൈ ദ 1 you are taking to the other side. Okay, സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓക്കെ ഡിനോമിനേറ്ററിൽ 2 ഉം 3 ഉണ്ട്, വേഗം കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യും. ചെയ്യരുത്. അതിന് മുമ്പ് സിംപ്ലിഫിക്കേഷൻ ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ, ഒരു 3 ഉം 15 ഉണ്ട്. എത്ര ടൈംസ് സിംപ്ലിഫൈ ചെയ്യാം? 5 ടൈംസ്. സോ വാട്ട് ഈസ് ദ ആൻസർ? മൈനസ് 5 ഡിവൈഡഡ് ബൈ 2 വിൽ ബി യുവർ ആൻസർ. ശരിയല്ലേ? സോ വാട്ട് ഈസ് ദ മീനിങ്? ബീറ്റ ഈക്വൽ ടു മൈനസ് 5 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ് ആൻസർ. അതായത് നിങ്ങളുടെ രണ്ടാമത്തെ സീറോ എന്താണ്? മൈനസ് 5/2. സംശയമൊന്നും വേണ്ട, ബീറ്റ എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് പറയുന്നത് ഫ്രാക്ഷന് നിങ്ങൾക്ക് കിട്ടാം, അല്ലെങ്കിൽ ദാ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇന്റീജറോ ആവാം, എന്തോ ആവാം, ഒരു പ്രശ്നമില്ല കേട്ടോ. ഫ്രാക്ഷൻ കിട്ടുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, ഫ്രാക്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുകയും ചെയ്യും. സോ ഈ ക്വസ്റ്റ്യന്റെ ഒരു പകുതി ഭാഗം കഴിഞ്ഞു അല്ലെ? ഫൈൻഡ് ദ അതർ സീറോ നമ്മളോട് പറഞ്ഞു, നമ്മൾ അത് ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി അവർ ചോദിച്ചത് വാട്ട് ഈസ് കെ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ? ഇനി കെ കാൽക്കുലേറ്റ് ചെയ്യാം. കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഓക്കെ സം ഓഫ് ദ സീറോസ് നമുക്ക് എടുക്കാം. നേരത്തെ നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എന്ന് എഴുതിയിരുന്നല്ലോ. അവിടെ നമ്മൾ സ്റ്റക്ക് ആയത് എന്തുകൊണ്ടാ? ബീറ്റ എന്ന് പറയുന്ന ഒരു അൺനോൺ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. മൈനസ് ബി എന്ന് പറയുന്നത് ഒരു കെ എന്ന് പറയുന്ന സാധനം കണ്ടു, അപ്പൊ നമ്മൾ അവിടെയും സ്റ്റക്ക് ആയി. പക്ഷെ ഇപ്പൊ നമുക്ക് ബീറ്റന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് വേണമെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എഴുതിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്യാനൊക്കെ പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ, കാരണം ഒരു നമ്പർ ഫ്രാക്ഷൻ ആണ്, മറ്റൊരു നമ്പർ എന്താണ്? ഇന്റിജർ ആണ്. അവിടെ അഡിഷൻ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരും.
അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഉണ്ട്. ആ മെത്തേഡും നിങ്ങൾ 9th ആക്ച്വലി പഠിച്ചതാണ്. അതായത് 9th അതിന്റെ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ 10th നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിലേക്ക് അതിന്റെ ബേസിക്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? അവർ ആദ്യം പറഞ്ഞ എന്താണ്? ആൽഫ ഈക്വൽ ടു 3, അതായത് 1 ഓഫ് ദ സീറോസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതിന്റെ മീനിങ് എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഫ് x ഈക്വൽ ടു ആൽഫ ഈസ് എ 0, okay, then p of alpha equal to 0. ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കുക. x ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന ഒരു പോളിനോമിയലിൽ 0 ആണെന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? നിങ്ങളുടെ p of x എന്ന് പറയുന്ന പോളിനോമിയൽ എവിടെയൊക്കെ x കാണുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെ? അതായത് ആ സീറോന്റെ വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഫൈനൽ വാല്യൂ എത്രയായിരിക്കണം? 0 എന്ന് പറയുന്ന ഡിജിറ്റിലേക്ക് പോകണം. ഇതാണ് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്. ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ്. എക്സ് ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ പി ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആണോ? ഫോർ എക്സാമ്പിൾ, നമ്മൾ ചില ക്വസ്റ്റ്യൻസ് എക്സ് ഈക്വൽ ടു 2 ഈസ് എ 0 ഓഫ് എ പോളിനോമിയൽ, എന്നിട്ട് ഞാൻ 4 ഓപ്ഷൻ തന്നു, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ മൾട്ടിപ്പിൾ ചോയ്സിൽ തരികയാണ്. ഒന്ന് ഞാൻ എഴുതി പി ഓഫ് 2 ഈക്വൽ ടു 0, മറ്റൊന്ന് ഞാൻ പി ഓഫ് -2 ഈക്വൽ ടു 0. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ കുറെ കുട്ടികൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് കാണാം. കൺഫ്യൂസ്ഡ് ആയിരുന്നു മക്കളെ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ദാറ്റ് ഈസ് യുവർ 0, ഓക്കെ, ആൻഡ് ദ വാല്യൂ ഓഫ് യുവർ പോളിനോമിയൽ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ദ ആൻസർ. അത് മറക്കരുത്, ഞാൻ കൂടുതൽ പറഞ്ഞതാണ്. ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. So what is the value of alpha here? Alpha equal to 3 ആണല്ലോ. So I can say p of 3 equal to 0. നിങ്ങൾ ഈ മുകളിലെ ഭാഗം എഴുതേണ്ട ആവശ്യമില്ല, മീൻസ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ടൈമിൽ ഇത് എഴുതേണ്ട കാര്യമില്ല. ബട്ട് ഇതൊരു നോട്ട് ആയിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. ഇത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം, അതുകൊണ്ടാണ്. സോ പി ഓഫ് 3 ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൽ എക്സ് കാണുന്നിടത്തൊക്കെ എന്ത് എഴുതി കൊടുക്കുക? 3 എന്ന് എഴുതിയിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്ക്. എന്താ സംഭവിക്കാൻ നോക്കാലോ? 2x². സോ 2 into what is the value of x here? 3 you have to take. Okay, 2x² plus k നമുക്കറിയില്ല. And what is the value of x? It is 3 minus 15 equal to 0. ശരിയാണല്ലോ? ഒന്ന് സിംപ്ലിഫൈ ചെയ്തോ. What is the value of 3²? 9. 9 multiplied by 2, 18. So 18 plus k into 3 means that is 3k minus 15 equal to 0. Okay, ഇവിടെ ഒരു 18 കാണാം, -15 കാണാം. എത്രയാണ്? 18 minus 15 equal to 3 എന്ന് കിട്ടും. So I can say 3k is already here. 18 minus 15 is positive 3 equal to 0. ഇനി എന്താ ചെയ്യാം? നമുക്ക് നേരത്തെ പറഞ്ഞു k കാൽക്കുലേറ്റ് ചെയ്യണം. അൺനോൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് ഉൾപ്പെടുന്ന ടേം അവിടെ തന്നെ വെക്കുക. അതായത് 3k എന്ന് പറയുന്ന ടേം അവിടെ വെക്കുക. +3 അപ്പുറം കൊണ്ടുപോയാൽ -3 എന്നാവും. ഓക്കെ, സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? -3 divided by 3 which is equal to -1. സിമ്പിൾ അല്ലേ? ഈ ഒരു മെത്തേഡാണ് നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ചില കുട്ടികൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a എന്ന് എഴുതും. ഓക്കെ, എന്നിട്ട് ആൽഫന്റെ വാല്യൂ 3 എന്ന് എഴുതും. ബീറ്റന്റെ വാല്യൂ നമ്മൾ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള -5/2 എഴുതും. ഈക്വൽ ടു മൈനസ് എന്ന് എഴുതി കൊടുത്തു, ഫോർമുലയിലുള്ള മൈനസ്. ബിന്റെ വാല്യൂ k എന്ന് എഴുതും. ഡിവൈഡഡ് ബൈ എന്റെ വാല്യൂ എത്ര? 2 എന്ന് എഴുതും. ശരിയല്ലേ? ഇതും ഒരു ഇക്വേഷൻ തന്നെയാണല്ലോ, അല്ല? ഇവിടെ ഇതാ k എന്ന് പറയുന്ന ഒരു അൺനോൺ ഉണ്ട്. യു ഹാവ് 1 ഇക്വേഷൻ 1 അൺനോൺ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് k ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെയുള്ള പ്രശ്നം എന്താ? ഞാൻ പറയുന്നത് പ്രശ്നമൊന്നുമല്ല, കുറച്ചൊരു ഡിഫിക്കൽട്ടി വരുന്നത് ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം, പിന്നെ k നമുക്ക് കാൽക്കുലേറ്റ്, ഇങ്ങനെ കുറച്ച് പണി ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് ചെയ്യാന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാം, വളരെ സിമ്പിൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് കൂടുതലും വന്നിട്ട് കാണുന്നത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളത്? ഇഫ് p and q are the zeros of p of x equal to 2x² minus 7x plus 3, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് ദേ ആർ സെയിങ്, p and q are the zeros. അതായത് p യും q ആണ് ഇവിടെ അവർ സീറോസിന് വിളിച്ചിട്ടുള്ള പേര്. നമ്മൾ ഇത്രയും നേരം ആൽഫ ബീറ്റ എന്ന് പറഞ്ഞിരുന്നു. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ mn are the zeros എന്ന് പറയും. ഒരു പ്രശ്നമില്ല. ആൽഫ ബീറ്റ നമ്മളൊരു സൗകര്യത്തിന് ജനറൽ ആയിട്ട് വിളിച്ചതല്ലേ. ആ പേര് ഒരാൾ മാറ്റി വിളിച്ചതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു സംഭവം മനസ്സിലാക്കിയാൽ മതി. എന്തായാലും they are asking what is the value of p² plus q². ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് p ഈ പോളിനോമിയലിന്റെ ഒരു 0 എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കുക. അത് ആൻസർ അതൊന്നല്ല, ഞാനൊരു എക്സാമ്പിൾ പറയാണ്.
ആൻഡ് സപ്പോസ് ദ വാല്യൂ ഓഫ് ക്യൂ ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ആൻഡ് ഐ ആം ആസ്കിംഗ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചു. നമ്മൾ എങ്ങനെയാണ് സാധാരണ പറയാ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ ഹിയർ? ഇഫ് p and q are the zeros of a polynomial p of x equal 2x square minus 7x plus 3. അവിടെ പോളിനോമിയൽ കംപ്ലീറ്റ് തന്നിട്ടുണ്ട്, അവിടെ അൺനോൺസ് ഒന്നുമില്ല, എല്ലാ കോഎഫിഷ്യൻസും കൃത്യമായി തന്നിട്ടുണ്ട്. അവർ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പൊ അവിടെ പിയും ക്യൂ എന്താണ്? സീറോസ് ആണ് അല്ലെ. നമ്മൾ ഇത്രയും നേരം ആൽഫ ബീറ്റ എന്നൊക്കെ പേര് വിളിച്ചു. ആ ഒരു ക്വസ്റ്റനിൽ അവരൊന്ന് മാറ്റി, ആൽഫയും ബീറ്റയും ഒക്കെ വേണ്ട, തൽക്കാലം പിയും ക്യൂ എന്നുള്ളൊരു പേരിടാൻ വേണ്ടി നമ്മളോട് പറയാണ് ഒരു പ്രശ്നമില്ല, നമുക്ക് ആ പേര് തന്നെ വിളിക്കാം. ഓക്കെ, ആൻഡ് ദർ ആസ്കിംഗ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എത്രയാണെന്നാണ് ചോദ്യം അല്ലെ. പിയും ക്യൂ എന്താണ്? പോളിനോമിയൽസിന്റെ സീറോസ് ആണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആദ്യം ആലോചിക്കാം, പോളിനോമിയൽ തന്നിട്ടുണ്ടല്ലോ, പോളിനോമിയലിൽ സീറോ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഒരുപാട് ചെയ്തില്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓക്കെ സീറോസ് കാൽക്കുലേറ്റ് ചെയ്യാം. സീറോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവസാനം 2 സീറോസിന്റെ വാല്യൂസ് കിട്ടും. ഒരു വാല്യൂ എനിക്ക് പി എന്ന് വിളിക്കാം, മറ്റേ വാല്യൂ ക്യൂ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു പറയാണ്, നമ്മൾ സപ്പോസ് അതിന് സോൾവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാണ് 1ഉം 6ഉം കിട്ടിയെന്ന് വിചാരിക്കുക. -1 -6 ഇങ്ങനെ 2 നമ്പർ കിട്ടിയെന്ന് വിചാരിക്കുക. സോറി, p equal to -1 ആൻഡ് സപ്പോസ് q equal to how much 6. ഇങ്ങനെ 2 വാല്യൂസ് കിട്ടിയെന്ന് വിചാരിക്കുക. -1 അല്ല, 1ഉം 6ഉം 2 വാല്യൂസ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇനി വളരെ ഈസി ആയിട്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ കാണാം. സോ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു നമ്മൾ പറയും പിന്റെ വാല്യൂ 1 ആണ്. സോ പി സ്ക്വയർ മീൻസ് 1 സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മീൻസ് 6 സ്ക്വയർ. സോ 1 സ്ക്വയർ is 1 plus 36 is how much? 37 എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. വളരെ ഈസി ആയിട്ടല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പിന്റെ വാല്യൂ എത്രയാണ്, ക്യൂവിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിയും ക്യൂ എന്താണ്? പോളിനോമിയൽസിന്റെ സീറോസ് ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡിൽ എന്ത് ചെയ്യണം? ആദ്യം പോളിനോമിയൽസിന്റെ സീറോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. പക്ഷേ ആ ഒരു മെത്തേഡ് അല്ല ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആളായാലും ഈ പറയുന്ന ഞാനായാലും എക്സ്പെക്ട് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ അല്ലാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പ്രോബ്ലം നിങ്ങൾ വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് മോർ ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. എക്സാമിന് നിങ്ങൾ ആ ഒരു മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചിലപ്പോൾ അത് ചെയ്യാൻ ടൈം കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഏതാണ് ഇതിന്റെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു ഈ മെത്തേഡൊക്കെ ഈസി ആവണമെങ്കിൽ ആദ്യം നമ്മൾ ബേസിക് മാത്സിന്റെ സെഷനിൽ പറഞ്ഞിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ് വിത്ത് ഡിഫറെന്റ് സൈൻസ്, നെഗറ്റീവും പോസിറ്റീവ് നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അതുപോലെ ഫ്രാക്ഷൻസ് സിംപ്ലിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം കേട്ടോ. അറിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ മാത്സ് മൊത്തം ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത് ഡിഫിക്കൽട്ട് അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഓർഡറിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പം തന്നെയാണ്. ഏതായാലും നോക്കാം. സോ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ അതിനാണ് ഇത്രയും നേരം പറഞ്ഞ ആൽഫ പ്ലസ് ബീറ്റ, സം ഓഫ് സീറോസ്, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ. ഏതായാലും നമുക്കറിയാം പിയും ക്യൂ ആണ് ഇതിന്റെ സീറോസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നമുക്കറിയാം സം ഓഫ് സീറോസ് അല്ലെ. സം ഓഫ് സീറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് സീറോസ്? ഇവിടെ സീറോസ് പിയും ക്യൂ ആണ്. സോ സം ഓഫ് സീറോസ് ഈക്വൽ ടു എനിക്കറിയാം ഇറ്റ് ഈസ് -b/a നമുക്ക് അറിയാലോ. ഓക്കെ, എയും ബിയും ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് p plus q equal to മൈനസ്, ഫോർമുലയിൽ എല്ലാം മൈനസ് ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് b? b is equal to -7 ആണ്. ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. -7 divided by what is the value of a? It is 2. ആയല്ലോ. So minus into minus you will get positive. So it is how much? 7/2. So what is the value of p plus q? It is 7/2. ഇത് p ന്റെ വാല്യൂ q ന്റെ വാല്യൂ അല്ല. The sum of those zeros p and q, p plus q equal to 7/2 എന്ന് കിട്ടി. അവിടെ കിടക്കട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു c/a എന്നറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ എഴുതാണ് പി ക്യൂ ഈക്വൽ ടു വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് c? c is a constant term which is 3 here, and what is the value of a? It is 2. So 3 divided by 2. ഇതെന്തിനാ ഇത് ചെയ്തതെന്നറിയോ? നമുക്ക് നോക്കാം. നിങ്ങൾ ഇതിനാണ് 9ാം ക്ലാസ്സിൽ ഐഡന്റിറ്റീസ് ഒക്കെ പഠിച്ചത്. വളരെ ഒരു പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. അതിന്റെ റീസൺ ഇപ്പൊ നിങ്ങൾക്ക് ബോർഡിൽ കാണാം. അപ്പൊ നമുക്ക് 2 വാല്യൂസ് കിട്ടി. p plus q equal to 7/2 and the value of pq equal to
3/2 എന്ന് കിട്ടി. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ അറിയോ? നമ്മൾ 9th ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ, a+b². ആ a+b² സ്ഥാനത്ത് ഞാൻ പിയും ക്യൂ എന്നുള്ള ഒരു വാരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് p+q²? ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചിലപ്പം 9ാം ക്ലാസ്സിൽ പഠിച്ച ഫോർമുലേന്റെ ഒരു ഓർമ്മയിൽ പറയും. പക്ഷെ മിക്ക കുട്ടികളും എക്സാമിന് എത്തിക്കഴിഞ്ഞ് ഇതൊന്നല്ല ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ബോർഡിൽ എഴുതുന്ന ആ ഒരു പ്രോപ്പർ മെത്തേഡ് അല്ല എക്സാമിന് കുട്ടികൾ ബോർഡിൽ ചെയ്യുക, നിങ്ങളുടെ പേപ്പറിൽ ചെയ്യുക. അവിടെ പുതിയ പുതിയ മാജിക്കുകളൊക്കെ ആയിരിക്കും വരിക. വളരെ സിമ്പിൾ മാജിക്കാണ് കുട്ടികൾ കാണിക്കുക. എന്താ അറിയോ? p+q² എന്ന് എഴുതിയിട്ട് അവർ എഴുതും, ഓക്കെ പി ഉണ്ട്, ക്യൂ ഉണ്ട്, ഒരു ഹോൾ റേസ്റ്റ് 2 എന്നുണ്ട് അല്ലെ, 2 ആണെന്നുണ്ട്. അപ്പൊ പ്രശ്നമൊന്നുമില്ല, വേഗം അവർ എഴുതി കൊടുക്കും. ഓക്കെ, ഈ 2 പിക്ക് കൊടുത്തു, ആദ്യം p² എന്ന് എഴുതി, ക്യൂവിന്റെ എക്സ്പോണന്റ് 2. ഓക്കെ, ഇത് അവിടെ എഴുതിയിട്ട് അവസാനിപ്പിക്കും. നിങ്ങൾ എല്ലാവരും ഫോർമുല പഠിച്ചിട്ടുണ്ട്, 9th ഫോർമുല പഠിച്ചിട്ടുണ്ട്, a+b² ഒക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കുന്നതിന് മുമ്പേ ആൻസർ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എക്സാമിന് പേപ്പറിൽ വരുന്ന സമയത്ത് പല കുട്ടികൾക്കും ഈ ഒരു സാധനം ഇതുപോലെ തന്നെ റോങ് ആയിട്ടാണ് എഴുതുക. എന്തുകൊണ്ടാണ് റോങ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ പറയാൻ പറ്റും അല്ലെ? എന്താണ് നിങ്ങൾ പഠിച്ച a+b² a², ദെൻ ഒരു ടേം അവിടെ മിസ്സിംഗ് ഉണ്ട്. മീൻസ് ഞാൻ ഇപ്പോൾ എഴുതിയ ഒരു ടേം മിസ്സിംഗ് ഉണ്ട്. എന്താണ് ആ ടേം? ആ ടേം നിങ്ങൾക്ക് തന്നെ പറയാം 2ab എന്ന് പറഞ്ഞ ടേം അല്ലെ. അതായത് ഇവിടുത്തെ എയും ബിയും പിയും ക്യൂ ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? 2pq എന്ന് എഴുതും. ദെൻ യു ഹാവ് q². ഈ ഒരു ടേം പലപ്പോഴും കുട്ടികൾ മിസ്സാവാറുണ്ട്. വളരെ ശ്രദ്ധിക്കുക, കുട്ടികളെ മിസ്സാവാണ്ട് തന്നെ എഴുതണം. ഓക്കെ, സോ എന്നാൽ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റിയത് p² + 2pq + q². ഓക്കെ, ഇതൊന്നും ബൈഹാർട്ട് എഴുതുക. നിങ്ങൾ a+b² പഠിച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. p+q² = p² + 2pq + q² അല്ലെ. ഞാൻ നിങ്ങളോട് പറയാണ്, ഇതിലൊരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടെ കാണുന്ന p² ഇവിടെ തന്നെ വെക്കുക, അപ്പുറത്ത് കാണുന്ന +q² ഇവിടെ തന്നെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതിന്റെ കൂടെ ഒരു +2pq എന്ന് പറയുന്ന ഒരു സാധനം കാണുന്നുണ്ടല്ലോ, ഈ കക്ഷിനെ എടുത്തിട്ട് ഇക്വേഷന്റെ LHSലേക്ക് എടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? LHSൽ ഓൾറെഡി ആരുണ്ട്? LHSൽ ഓൾറെഡി p+q² ഉണ്ട്. അത് അതുപോലെ തന്നെ എഴുതുക, ഒന്നും ചെയ്യരുത്. അവിടേക്കാണ് നമ്മൾ +2pq എന്നുള്ള ടേം കൊണ്ടുവന്നത്. അഡിഷൻ ആയിരുന്ന ഓപ്പറേഷൻ ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്തായി? സബ്ട്രാക്ഷൻ ആയല്ലോ. ഇനി മക്കളൊന്നോട് ആലോചിച്ച് നോക്കിയേ, എന്താ ഈ എഴുതിയിട്ടുള്ള ഈ p+q എന്ന് പറയുന്ന സാധനം എന്താ? അത് തന്നെയല്ലേ നമ്മുടെ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ അതിന്റെ വാല്യൂ ഓൾറെഡി അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ. ഇനി ഇവിടെ കാണുന്ന ഈ pq എന്ന് പറയുന്ന സാധനം എന്തുവാ? pq എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് അല്ലേ, അതിന്റെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ p+q സ്ഥാനത്ത് എനിക്ക് 7/2 എന്ന് എഴുതിയാൽ പോരെ? പക്ഷെ 7/2 എന്ന് മാത്രമല്ല, ഹോൾ റൈസ് ടു 2 ഹോൾ സ്ക്വയർ ഉണ്ട്, മൈനസ് 2 multiplied by what is the value of pq? pq means product of zeros. അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, which is equal to 3/2. എനിക്ക് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? എന്നിട്ട് RHS നോക്കിയേ, this is p² + q², and this is what exactly they are asking the question, right? നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി അല്ലെ. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം സീറോസ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് ആ ഫോർമുല എടുത്തിട്ട് നിങ്ങൾ മിഡിൽ ടേം ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് പിയും ക്യൂവും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് സീറോസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ p സ്ക്വയർ ചെയ്യുന്നു, q സ്ക്വയർ ചെയ്യുന്നു, പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒരുപാട് വളഞ്ഞു പോകും വഴികൾ. ഓക്കെ, സോ വളരെ ഈസിയായിട്ട് നമുക്ക് ഇത് ചെയ്യാം. വാട്ട് ഈസ് 7/2 the whole square? ഫ്രാക്ഷൻ ആണ്, സ്ക്വയർ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും സ്ക്വയർ ചെയ്യണം, ഡിനോമിനേറ്ററും സ്ക്വയർ ചെയ്യണം. യു വിൽ ഗെറ്റ് 49/4 മൈനസ് ഇത് എത്രയാണ്? എനിക്കറിയാം 2ഉം 2ഉം ഇതൊരു സിംഗിൾ ടേം ആണ്. അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ ക്യാൻസൽ ആയി പോയി, ബാക്കി 3 വരും. ദിസ് ഈസ് യുവർ p² + what? q². ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഇത്? ഫ്രാക്ഷൻ ആണല്ലോ. ഫ്രാക്ഷൻ വിത്ത് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ്. എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ആദ്യം സെക്കൻഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എടുത്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ ഹാവ് ടു മൾട്ടിപ്ലൈ 1 with 49. How much is 1 into 49? I know it is 49 minus, this is the minus sign, 3 multiplied by 4 is 12, whole divided by product of the denominators 4 and 1, which is equal to again 4. So this is your p² + q². How much is 49 minus 12? 37, right? So I'll get 37 divided by 4 is equal to how much? p² + q². ഇതല്ലേ കുറച്ചുകൂടെ സിമ്പിൾ? ഇതായിരിക്കും കുറച്ചുകൂടെ സിമ്പിൾ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇഫ് യു പ്രാക്ടീസ് വെൽ. ഓക്കെ, സോ വളരെ ഈസിയാണ്. ആദ്യം നമ്മൾ ഈ ഒരു സംഭവം എഴുതി കൊടുക്കുക, സം ഓഫ് സീറോസ് p+q. സപ്പോസ് p+q എക്സാമിന് ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ അവര് പഴയതുപോലെ തന്നെ ആൽഫ ബീറ്റ എന്ന് പറയും, ചിലപ്പോൾ അവർ m എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞ പേര്, ആ പേരങ്ങ് വിളിച്ചോ, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് ആകെ അറിയേണ്ട എന്താണ്? സം ഓഫ് സീറോസ് = -b/a, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് = c/a. പിന്നെ അറിയേണ്ടത്
ഈ സാധനം എവിടെ പോയോ? ഈ സാധനം അറിയണം. a plus b whole square equal to a square plus 2ab plus b square. ഓക്കെ, അവിടെ നമ്മൾ ആവശ്യമുള്ളത് a square plus b square എന്ന് എഴുതുന്ന ആ ഒരു പെർട്ടിക്കുലർ ടേം നമുക്ക് ആവശ്യമുണ്ട്. അത് അവിടെ തന്നെ വെക്കുക, ബാക്കിയുള്ള ആൾക്കാർ അപ്പുറം കൊണ്ടുപോകുക, റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, ഈ ഒരു റീഅറേഞ്ച് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കണം. 9th ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അതായത് ഐഡന്റിറ്റീസിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊന്ന് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കണം. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നമ്മൾ സ്വയം നമ്മുടെ വക ഒരു ഇൻപുട്ട് ഉണ്ടാക്കുന്നതായിരിക്കും പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, മറക്കരുത്, എല്ലാവരും ഒന്ന് സ്വയം ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇനി നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ്, അപ്പോൾ ഇവിടെ നമ്മൾ സീറോസിന് പേര് വിളിച്ചത് ആൽഫ ബീറ്റ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. സീറോസ് ഓഫ് വാട്ട് ഇസ് എ പോളിനോമിയൽ 3x² + 8x - 3. അങ്ങനെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് ആ പോളിനോമിയൽസിന്റെ സീറോസ് ആണ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് വെച്ചിട്ട് അവർ നിങ്ങളോട് ആൽഫ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ? വാട്ട് ആർ ദ സീറോസ് എന്ന് അവർ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്താ അവർ ചോദിക്കുന്നത്? ദേ ആർ ആസ്കിംഗ് ദെൻ ഇവാലുവേറ്റ് എന്ന് വെച്ചാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഹൗ മച്ച് 1/α + 1/β എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ 1/α + 1/β എന്നുള്ള ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചില ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആവും. അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ 1/α എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രാക്ഷൻ ആയിട്ട് കാണും. അതുപോലെ 1/β എന്ന് പറയുന്നത് മറ്റൊരു ഫ്രാക്ഷൻ ആണ് അല്ലെ. സോ അവർ ചോദിച്ചെന്താണ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1/α + 1/β അല്ലെ. നമ്മൾ പറഞ്ഞല്ലോ ഫ്രാക്ഷൻസ് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ സെയിം ആണോ ഡിഫറെന്റ് ആണോ നോക്കണം. ഓക്കെ, ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണല്ലോ. ആൽഫ എന്നാണോ അതിന് പേര് കൊടുത്ത്, മറ്റത് ബീറ്റയാണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഡിഫറെന്റ്. സോ എങ്ങനെ അതിനെ സിംപ്ലിഫൈ ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം സിംപ്ലിഫൈ ചെയ്യാൻ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 1 into beta plus 1 into alpha, this is alpha, whole divided by product of the denominators, it is alpha into beta. അല്ലേ? എന്താണ് ഈ ബീറ്റ പ്ലസ് ആൽഫ? ബീറ്റ പ്ലസ് ആൽഫ എന്ന് വെച്ചാൽ ആൽഫ പ്ലസ് ബീറ്റ അല്ലേ? അഡീഷൻ ആവും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ അല്ലെങ്കിൽ ബീറ്റ പ്ലസ് ആൽഫ എന്ന് വെച്ചാൽ സം ഓഫ് സീറോസ് അല്ലേ? സം ഓഫ് സീറോസ് നമ്മളൊരു ഫോർമുല പറഞ്ഞല്ലോ. ആൽഫ പ്ലസ് ബീറ്റ മീൻസ് സം ഓഫ് സീറോസ് ഈക്വൽ ടു -b/a. Okay, what is b and a? Minus is minus as per the formula. So bracket, what is the value of b? B is +8, which is the coefficient of x, divided by what is the value of a? It is given as 3. So what is the value of alpha plus beta? -8 divided by 3. And what is the value of alpha beta? Alpha beta is the product of zeros. Product of zeros equal to what is the formula? c/a. Okay, I am substituting. What is c? ശരിക്കും നോക്കിക്കോളൂ, സിന്റെ വാല്യൂ കോൺസ്റ്റന്റ്, ദിസ് ഇസ് -3 ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ? 3. So -3 divided by 3 means it gets cancelled. So -1 is the answer for alpha beta. ഇനി എന്താ വേണ്ടത്? വളരെ സിമ്പിൾ അല്ലേ? ഇതാ നിങ്ങളോട് ചോദിച്ചത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1/α + 1/β എന്നുള്ളതാണ് അവർ ചോദിച്ച ഫ്രാക്ഷൻ. ആ സെയിം ഫ്രാക്ഷൻ നമ്മൾ മറ്റൊരു ഫോമിൽ എഴുതിയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദി സെയിം വാല്യൂ ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? യുവർ 1/α + 1/β. So എന്താണ് ആൽഫ പ്ലസ് ബീറ്റന്റെ വാല്യൂ? ദിസ് ഇസ് -8/3. ഓക്കെ, -8 divided by 3 whole divided by what? Alpha into beta. What is the value of alpha into beta? -1. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. ഒരു ഫ്രാക്ഷൻ -8/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ മറ്റൊരു ഫ്രാക്ഷൻ. രണ്ട് ഫ്രാക്ഷൻസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ സിമ്പിൾ ആയ നമ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല. എത്രയാണ്? -1 ആണ് അല്ലെ. അപ്പൊ -1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? മൈനസും ക്യാൻസൽ ഔട്ട് ചെയ്യുക. സോ വാട്ട് ഈസ് ആൻസർ? 8 divided by 3. ഓക്കെ, വളരെ സിമ്പിൾ ആണ് സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഈ 1/α 1/β എന്ന് കാണുമ്പോൾ ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ അവിടെ ആയിരിക്കും നമ്മൾ ആൽഫ ബീറ്റ എന്നൊക്കെയല്ലേ കേട്ടിട്ടുള്ളൂ. എന്താണ് ഈ 1/α 1/β? ഒന്നുമില്ല, നിങ്ങൾ അതിലൊരു ഫ്രാക്ഷൻ പോലെ കണ്ടാൽ മതി. ഫ്രാക്ഷൻ ചോദിക്കുമ്പോൾ അവർ 1/α പ്ലസ് പറഞ്ഞു. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്നത്? ഒരു പ്രശ്നമില്ലല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നില്ലേ? അതുപോലെ ചെയ്യാം. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ബീറ്റയ്ക്ക് ഉൾപ്പെടുന്ന കുറച്ച് ടേംസ് വരും. സോ സം ഓഫ് സീറോസ്, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഫോർമുല അപ്ലൈ ചെയ്യുക. ഇവിടെ കിട്ടുന്ന വാല്യൂസ് നിങ്ങളുടെ ഗിവൺ എക്സ്പ്രഷനിലേക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമുക്ക് ഇനിയും കൂടുതൽ പ്രോബ്ലംസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കാം.